സോ ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മോഡ്യൂൾ 1 ഫ്ലൂയിഡ് മെഷീനറി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മോഡ്യൂൾ 1-ലെ പാർട്ട് 7 ഏഴാമത്തെ ലെക്ചറാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കപ്പിൾ ആൻഡ് ടർബൈനാണ്. ഇതുവരെ ഉള്ള ഷെയർ ചെയ്ത ലെക്ചേഴ്സ് കണ്ടിട്ടേ ഇതിലേക്ക് വരാവുള്ളൂ. കാരണം വെലോസിറ്റി ട്രയാങ്കിൾസ് ആയിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് നേരത്തെ ഉള്ള വീഡിയോസ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂഷൻ കിട്ടില്ല. ഓക്കെ, അപ്പോൾ കപ്പിൾ ആൻഡ് ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈനാണ്. ആക്സിയൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആക്സിസിൻ്റെ ഡയറക്ഷനിൽ വാട്ടർ എൻ്റർ ചെയ്യുന്നു. അതിനെയാണ് ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ. അപ്പോൾ ഈ ഒരു ഫിഗറിൽ താഴെ കാണിച്ചിരിക്കുന്നത് ഒരു കപ്പിൾ ആൻഡ് ടർബൈനാണ്. ഈ പാർട്ട് നോക്കണ്ട, ഇതൊരു ജനറേറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എൻറ്റയർ തിങ് സ്റ്റേറ്ററും. നമുക്കെന്താ ആവശ്യം? ഷാഫ്റ്റ് വരെ മതി. ഷാഫ്റ്റ് എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നു? ജനറേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. അതാ കാണിച്ചിരിക്കുന്നത്. ടർബൈൻ ഏതാ? ആക്ച്വലി ടർബൈൻ ഈ താഴെ കാണുന്ന ഇത്രയും പാർട്ടാണ് ടർബൈൻ. വാട്ടർ വരുന്നത് കണ്ടോ? വാട്ടർ ഇവിടെ കൂടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നേരെ താഴേക്ക് പോവുക. എങ്ങനെ പോകുന്നു? ഇങ്ങനെ വന്ന് നേരെ താഴേക്ക് പോകുന്നു. അതേപോലെ ഇവിടെ നിന്നും ഇങ്ങനെ വരുന്നു, നേരെ താഴേക്ക് പോകും. അപ്പോൾ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡയറക്ഷനിലല്ലേ ആക്സിസ് വരുന്നത്. അതുകൊണ്ടാണ് അത് ആക്സിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ഈ ടർബൈനിൽ കപ്പിൾ ആൻഡ് ടർബൈനിലെ ബ്ലേഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഹബിൻ്റെ മുകളിൽ ഇതിനെയാണ് ഹബ്ബ് എന്ന് പറയുന്നത്. കണ്ടോ? ഈ ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് ഈ ബ്രൗൺ കളറിൽ വന്നിരിക്കുന്നതാണ് ഹബ്ബ്. ഇങ്ങനെ ഷേപ്പിലിരിക്കുന്നതാണ് ഹബ്ബ്. അപ്പോൾ ഈ ഹബിൻ്റെ മുകളിൽ ഇതൊരു വെയിനാണ്, ഇതൊരു വെയിനാണ്. അപ്പോൾ ഇങ്ങനെ വെയിൻസ് അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, വാട്ടർ ഇങ്ങനെ വന്നു, വെള്ളം നേരെ താഴേക്ക് വരുന്നു. അപ്പോൾ ഈ ബ്ലേഡ്സിൽ വന്ന് തട്ടും. അപ്പോൾ ഇതെന്ത് പറ്റും? ഒരു ഫാൻ കറങ്ങുന്നത് പോലെ ഇത് കറങ്ങും. ഇത് കറങ്ങുമ്പോൾ ഷാഫ്റ്റും കറങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആക്സിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറയും. ഇനിയും ഈ ഹബിന് ഒരു ഡയമീറ്റർ ഉണ്ട്. ഹബിനൊരു ഡയമീറ്റർ ഉണ്ട്. ഇനിയും വെയിൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതിനൊരു ഡയമീറ്റർ ഉണ്ട്. ഈ രണ്ട് ഡയമീറ്ററും നിങ്ങൾ അടുത്ത റിലേഷൻസിനകത്ത് നിങ്ങൾ കാണാൻ പോകുന്നതാണ്. അപ്പോൾ ഇതാണ് കപ്പിൾ ആൻഡ് ടർബൈനിൻ്റെ ഒരു ബേസ്. ഇതാണ് ഫിഗർ. ഇനി കപ്പിൾ ആൻഡ് ടർബൈനിൻ്റെ വർക്കിങ്ങിനുള്ള വീഡിയോസൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങളത് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് ആക്സിയൽ ഫ്ലോ ടർബൈൻ കപ്പിൾ ആൻഡ് ടർബൈനിൻ്റെ ഒരു സ്കിമാറ്റിക് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് നമ്മൾ പ്രോബ്ലത്തിന് ആവശ്യം വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്കിമാറ്റിക് കാണിച്ചത്. അപ്പോൾ ഇവിടെ രണ്ടും സ്പൈറൽ കേസിംഗ് ഉണ്ട്. ഇവിടെ നിന്ന് എന്ത് വരും? വെള്ളം വരും. വാട്ടർ ഇങ്ങനെ ഒരു ഗൈഡ് വെയിൻ ഉണ്ട്. ആ ഗൈഡ് വെയിൻ വഴി നേരെ എങ്ങോട്ടേക്കാണ് വരുന്നത്? നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഒരു ബോസ് അല്ലെങ്കിൽ ഹബ്ബ് എന്ന് പറയും, ഒരു ഫാനിൻ്റെ ഷേപ്പിൽ. ഇതിൻ്റെ മുകളിലാണ് എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്? ബ്ലേഡ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബോസിൻ്റെ ഡയമീറ്ററാണ് DB എന്ന് പറയുന്നത്. ഇനി വാട്ടർ എന്ത് ചെയ്യുന്നു? നേരെ വരുമ്പോൾ ആക്ച്വലി ബ്ലേഡ്സുമായിട്ടല്ലേ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലേഡ്സുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഔട്ടർ ഡയമീറ്റർ ആയിട്ടാണ് ഇത് കോൺടാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ D0 എന്ന് പറയുന്ന ഔട്ടർ ഡയമീറ്റർ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഡയമീറ്റർ ഓഫ് ദ ബോസ് ഉണ്ട്, ഔട്ടർ ഡയമീറ്റർ ഉണ്ട്. എന്നിട്ട് വാട്ടർ ഇവിടെ കൂടെ വന്ന് ഇറങ്ങി എങ്ങോട്ടേക്ക് പോകും? ഡ്രാഫ്റ്റ് ട്യൂബ് വഴി. ഇതെന്താ? ഇത് ഡ്രാഫ്റ്റ് ട്യൂബാണ്. ഡ്രാഫ്റ്റ് ട്യൂബ് വഴി ടെയിൽ റേസിലേക്ക് പോകും. ഇപ്പോൾ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ഓർമ്മ വേണം. ഇറ്റ് ഈസ് എ ട്യൂബ് ഓഫ് ഗ്രാജുവലി ഇൻക്രീസിങ് ക്രോസ് സെക്ഷണൽ ഏരിയ. എന്തിനാണ്? റിയാക്ഷൻ ടർബൈൻ എന്ന് പറഞ്ഞാൽ ഇൻലെറ്റിൽ പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും ഉണ്ട്. ഈ പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും ഓവർ എ പീരീഡ് ഓഫ് ടൈം ബ്ലേഡ്സിൽ കൂടെ പോകുമ്പോൾ എന്ത് പറ്റും? അത് കൺവേർട്ടഡ് ആവും. പക്ഷേ ഔട്ട്ലെറ്റിലെത്തുമ്പോൾ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും ലെസ് ആയതുകൊണ്ട് വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന പ്രോബ്ലംസ് വരും. അപ്പോൾ ആ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കുറവാണെങ്കിൽ വാട്ടർ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടല്ലേ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതൊന്ന് മേക്കപ്പ് ചെയ്യാനാണ് ഡ്രാഫ്റ്റ് ട്യൂബ് കൊടുത്തിരിക്കുന്നത്. ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ക്രോസ് സെക്ഷണൽ ഏരിയ ആയതുകൊണ്ട് അത് അവിടുത്തെ പ്രഷർ കൂട്ടിക്കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതിനാണ് ഡ്രാഫ്റ്റ് ട്യൂബ് വെച്ചിരിക്കുന്നത്. ഡ്രാഫ്റ്റ് ട്യൂബിൽ നിന്ന് ടെയിൽ റേസ് എന്ന് പറഞ്ഞാൽ വെള്ളം എവിടെ എങ്ങോട്ടേക്കാണ് ഡിസ്ചാർജ് ചെയ്യുന്ന ആ സ്ഥലത്തിനാണ് ടെയിൽ റേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പിൾ ആൻഡ് ടർബൈനിൻ്റെ ഒരു ഫിഗർ. അപ്പോൾ നിങ്ങളിവിടെ നോട്ട് ചെയ്യേണ്ടത് DB ഡയമീറ്റർ ഓഫ് ദ ബോസും D0 എന്ന് പറഞ്ഞാൽ ഔട്ടർ ഡയമീറ്റർ ഓഫ് ദ റണ്ണർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനിയും കപ്പിൾ ആൻഡ് ടർബൈനിലെ ഇമ്പോർട്ടൻറ്റ് റിലേഷൻസ് ആണ്. കപ്പിൾ ആൻഡ് ടർബൈനിൽ പെരിഫറൽ വെലോസിറ്റി രണ്ടും സെയിം ആണ് എന്നറിയാമല്ലോ, ആക്സിയൽ ഫ്ലോ ആയതുകൊണ്ട്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു D0 n/60. D0 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നോക്കിയതേ ഉള്ളൂ, ഔട്ടർ ഡയമീറ്റർ ഓഫ് ദ റണ്ണർ.
VF1ഉം VF2ഉം സെയിം ആണ് കപ്ലാൻ ടർബൈനിൽ. ഓക്കെ, ഇനിയും ഏരിയ ഓഫ് ഫ്ലോ അറ്റ് ഇൻലെറ്റും ഏരിയ ഓഫ് ഫ്ലോ അറ്റ് ഔട്ട്ലെറ്റും എല്ലാം സെയിം ആണ്. അത് എന്ത് ഏരിയ ആണ്? ക്രോസ് സെക്ഷണൽ ഏരിയ π/4 d0² മൈനസ് dB². കാരണം നമ്മൾ എൻ്റർ ചെയ്യുന്നതും നേരെ വെള്ളത്തിനെ വെയിനെ കറക്കിയിട്ട് നേരെ താഴേക്ക് പോവാം അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യണേ, എന്നിട്ടേ നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകാവുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വെലോസിറ്റി ട്രയാങ്കിൾസ് എല്ലാം മറ്റതിനെ പോലെ വരയ്ക്കുമ്പോൾ ഉള്ള ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഈ ഒരു പ്രോബ്ലം നോക്കിക്കേ. എ കപ്ലാൻ ടർബൈൻ വർക്കിംഗ് അണ്ടർ എ ഹെഡ് ഓഫ് 20 meter net head develops 11,772 kilowatt shaft power ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, ഔട്ടർ ഡയമീറ്റർ ഓഫ് ദ റണ്ണർ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ 3.5 meter ആൻഡ് ഹബ് ഡയമീറ്റർ ഈസ് 1.75 meter. The guide blade angle at the extreme edge of the runner is 35 degree. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഗൈഡ് ബ്ലേഡ് ആംഗിൾ നമ്മൾ വരയ്ക്കുമ്പോൾ കാണിക്കാം. ഹൈഡ്രോളിക് ആൻഡ് ഓവറോൾ എഫിഷ്യൻസീസ്, ഹൈഡ്രോളിക് എഫിഷ്യൻസി തന്നിട്ടുണ്ട്, ഓവറോൾ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. ഇഫ് ദ വെലോസിറ്റി ഓഫ് വേൾ ഈസ് 0 അറ്റ് ഔട്ട്ലെറ്റ് VW2 0 ആണെങ്കിൽ ഡിറ്റർമിൻ റണ്ണർ വെയിൻ ആംഗിൾസ്, ഇൻലെറ്റിലെയും ഔട്ട്ലെറ്റിലെയും കണ്ടുപിടിക്കണം. അതുകൂടാതെ സ്പീഡ് ഓഫ് ദ ടർബൈൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് നേരെ സൊല്യൂഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ കപ്ലാൻ ടർബൈൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ നമ്മൾ വരച്ചു, ഇവിടെ കാണുന്നതാണേ. അപ്പോൾ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ നോർമലാണ്, ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ഇവിടെ ആക്സിയൽ ആയതുകൊണ്ട് തന്നെ നേരെ VF2 വെർട്ടിക്കലാണ്. വെലോസിറ്റി ഓഫ് ഫ്ലോവും V2ഉം സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് സെയിം ആക്കി വരയ്ക്കും VF2. അപ്പോൾ ഇത് ഏതാണ്ട് റിയാക്ഷൻ ടർബൈൻ്റെ രണ്ട് കേസും ഏതാണ്ട് സെയിം ആയിട്ട് തന്നെ വരുന്നു അല്ലേ. നമ്മളിവിടെ ഫ്രാൻസിസ് ടർബൈൻ്റെ കേസിലും അത് റേഡിയൽ ആയതുകൊണ്ട് VF2 = V2 വരച്ചായിരുന്നു. അപ്പോൾ ഇത് മാത്രമേ ഈ ട്രയാങ്കിൾസ് തമ്മിലുള്ള വ്യത്യാസമുള്ളൂ, ഏതുമായിട്ട്? ഇമ്പൾസ് ടർബൈനുമായിട്ട്. ഇനി സൊല്യൂഷനിലേക്ക് പോകാം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നെറ്റ് ഹെഡ് തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? നെറ്റ് ഹെഡ് = 20 meter, 20 meter. രണ്ടാമത്തത് ഷാഫ്റ്റ് പവർ തന്നിട്ടുണ്ട്. ഷാഫ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്? = 11,772 kilowatt ഷാഫ്റ്റ് പവർ. ഇനി എന്താ തന്നിരിക്കുന്നത്? ഔട്ടർ ഡയമീറ്റർ ഓഫ് റണ്ണർ. ഔട്ടർ ഡയമീറ്റർ ഓഫ് റണ്ണർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? D0. ഓർമ്മയുണ്ടോ? D0 = 3.5 meter. ഓക്കെ ആണോ? ആൻഡ് ഹബ് ഡയമീറ്റർ അല്ലെങ്കിൽ ഹബിനെ എന്ത് വിളിക്കും? അല്ലാതെ ബോസ്. അതുകൊണ്ട് DB എന്നും പറഞ്ഞ് കൊടുക്കാം. DB = 1.75 meter ആണ് ഇല്ലേ. ഇനി എന്താ തന്നിട്ടുള്ളത്? ദ ഗൈഡ് ബ്ലേഡ് ആംഗിൾ അറ്റ് ദ എക്സ്ട്രീം എഡ്ജ് ഓഫ് ദ റണ്ണർ. ഗൈഡ് ബ്ലേഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻലെറ്റിലാണ് വരുന്നത്. ആ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയാം, കഴിഞ്ഞ ഫ്രാൻസിസ് ടർബൈൻ്റെ പ്രോബ്ലത്തിലും ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ആൽഫ = എത്ര തന്നിട്ടുണ്ട്? 35 degree അല്ലേ. 35 degree. ഇനിയും തന്നിരിക്കുന്നത് എന്താണ്? ഹൈഡ്രോളിക് എഫിഷ്യൻസിയും ഓവറോൾ എഫിഷ്യൻസിയും. അതും കൂടെ എഴുതാം. ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് 88% ആണ്. ഓവറോൾ എഫിഷ്യൻസിയോ? ഓവറോൾ എഫിഷ്യൻസി ഈസ് 84%. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇനി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ വെലോസിറ്റി ഓഫ് വേൾ അറ്റ് ഔട്ട്ലെറ്റ് 0 എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. നമ്മളത് വെലോസിറ്റി ഓഫ് വേൾ അറ്റ് ഔട്ട്ലെറ്റ് 0 എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ബേസിക്കലി VW2 = 0 അല്ലേ. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? റണ്ണർ വെയിൻ ആംഗിൾസും സ്പീഡ് ഓഫ് ദ ടർബൈനും. അപ്പോൾ അതിലേക്ക് പോകാം. അപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ റണ്ണർ വെയിൻ ആംഗിൾസ്, ഇത് രണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കട്ടെ. റണ്ണർ വെയിൻ ആംഗിൾസ് കണ്ടുപിടിക്കണം. അത് ഇൻലെറ്റും ഔട്ട്ലെറ്റും വേണം. അപ്പോൾ θ ആൻഡ് φ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഈ θ φ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഇതിനകത്തുള്ള കമ്പോണൻസ് അറിയണം. അപ്പോൾ ഈ കമ്പോണൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് θയും φയും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. പിന്നെ നമ്മൾ തന്നിരിക്കുന്ന കാര്യം വെച്ചിട്ട് ഒന്ന് റിലേറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ തന്നിരിക്കുന്നത് എന്തായിരുന്നു? ആദ്യം ഓവറോൾ എഫിഷ്യൻസി. അതിൽ നിന്ന് തന്നെ എടുക്കാമല്ലോ.
ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഷാഫ്റ്റ് പവർ, ഫൈനലി ഷാഫ്റ്റ് പവർ അല്ലേ, ഷാഫ്റ്റ് പവർ ബൈ എന്താണ്, ഇൻലെറ്റ് എന്താണ്, വാട്ടർ പവർ. അപ്പോൾ നമുക്ക് ഓവറോൾ എഫിഷ്യൻസി തന്നിട്ടുണ്ട്, ഷാഫ്റ്റ് പവറും തന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ എഫിഷ്യൻസി ഒന്ന് ടിക്ക് ചെയ്തോട്ടെ. നമുക്ക് ഓവറോൾ എഫിഷ്യൻസി അറിയാം, ഷാഫ്റ്റ് പവറും അറിയാം. ഇനി വാട്ടർ പവർ എന്താണെന്ന് നോക്കാം. സോ വാട്ടർ പവർ ഈക്വൽ ടു എന്താണ്, അതും അറിയാം, റോ ജി ക്യൂ എച്ച് ഡിവൈഡഡ് ബൈ 1000. ശരി, 1000 ഇടാൻ കാരണം എന്താണ്, കിലോ വാട്ടിലായതുകൊണ്ട്. ഇനി ഇതിനകത്ത് റോ അറിയാം, ജി അറിയാം, ക്യൂ അറിയാമോ, ഇല്ല, പക്ഷേ എച്ച് അറിയാമെന്ന് തോന്നുന്നു അല്ലേ, എച്ചും അറിയാം. അപ്പോൾ നമുക്ക് ഇതിനകത്തറിയാവുന്ന കാര്യങ്ങൾ റോ ജി എച്ച് അറിയാം, ക്യൂ അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ക്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് നേരെ ഓവറോൾ എഫിഷ്യൻസിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓവറോൾ എഫിഷ്യൻസി എത്രയായിരുന്നു തന്നിട്ടുള്ളത്, 0.84 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എഴുതാം. 0.84 ഈക്വൽ ടു ഷാഫ്റ്റ് പവർ എത്രയായിരുന്നു, 11772 ഡിവൈഡഡ് ബൈ ഈ റോ ജി ക്യു എച്ചിനെ നമുക്കൊന്ന് ചെറുതാക്കാം. റോ എന്ന് പറഞ്ഞാൽ 1000 ആയിരുന്നു അല്ലേ, ഇൻറ്റു 9.81 ഇൻറ്റു ക്യൂ ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുണ്ടായിരുന്നല്ലോ, എച്ച് എത്ര തന്നിട്ടുണ്ട്, 20 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ ഇതിൽ നിന്നും 1000 ക്യാൻസലായി പോകുന്നത് കൊണ്ട് നമുക്ക് അടിയിൽ വരുന്ന വാട്ടർ പവറിനെ എന്താക്കി എഴുതാം, 9.81 ഇൻറ്റു ക്യൂ ഇൻറ്റു 20 എന്ന് എഴുതാം. അപ്പോൾ ക്യൂ ഇതിൽ നിന്ന് കിട്ടില്ലേ, ക്യൂവിൻ്റെ വാല്യൂ, ദ വാല്യൂ ഓഫ് ക്യൂ ഈസ് 71.428 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ ആണോ, ക്യൂ കിട്ടി. ഇനി നമുക്ക് ക്യൂ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ക്യൂവിൻ്റെ ഇക്വേഷനിലേക്ക് പോകാം. ക്യൂ എന്താണെന്ന് നോക്കാം. അപ്പോൾ ക്യൂവിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, ക്യൂ ഈക്വൽ ടു π/4 ഇൻറ്റു d0 സ്ക്വയർ മൈനസ് dB സ്ക്വയർ, എന്തായിരുന്നു, ഔട്ടർ ഡയമീറ്റർ ഓഫ് ദ റണ്ണർ മൈനസ് ഡയമീറ്റർ ഓഫ് ഹബ് ഓർ ബോസ് ഇൻറ്റു VF1. അപ്പോൾ നോക്കിയേ, π/4 ഇൻറ്റു d0 നമുക്ക് തന്നിട്ടില്ലേ, എത്ര ആയിരുന്നു, 3.5 അല്ലേ, 3.5 സ്ക്വയർ മൈനസ് dB എന്ന് പറഞ്ഞാൽ 1.75 സ്ക്വയർ ഇൻറ്റു VF1 എത്രയായിരുന്നു അറിയാമോ, ഇല്ല, പക്ഷേ ഇവിടെ നമുക്ക് ക്യൂ അറിയാം. സോ ദെർഫോർ VF1 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 9.9 മീറ്റർ പെർ സെക്കൻഡ്. ബിക്കോസ് ക്യൂ അറിഞ്ഞൂടെ, ഇനി ഞാനത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ VF1 കിട്ടി. ശരി, VF1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഗുണം, VF1 കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് വെയിൻ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്, തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ ടാൻ തീറ്റ വെച്ചിട്ടേ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ബാക്കിയുള്ള കമ്പോണൻറ്റ് കിട്ടണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടാൻ ആൽഫ, ഒരു മിനിറ്റ്, now we can write from inlet velocity triangle tan alpha equal to VF1 by VW1. നമുക്ക് ആൽഫ തന്നിട്ടില്ലേ, ആൽഫയുടെ വാല്യൂ എത്രയായിരുന്നു, 35, അങ്ങനെ എന്തോ അല്ലേ തന്നിട്ടുള്ളത്, ആൽഫ ഈക്വൽ ടു 35 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആൽഫ 35 ഡിഗ്രി തന്നിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ്, സോ വി വിൽ ഗെറ്റ് ഡയറക്ട്ലി, നമുക്ക് ആൽഫ 35 ഡിഗ്രി തന്നിട്ടുള്ളതുകൊണ്ട് VW1 ഈക്വൽ ടു VF1 ഡിവൈഡഡ് ബൈ ടാൻ ആൽഫ. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, VW1 കിട്ടും. സോ VW1 ഈസ് 14.14 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ VW1 കിട്ടി, VW1 കിട്ടി, VF1 കിട്ടി, VW1 കിട്ടി, ദെൻ VF1 കിട്ടി. ഇനി നമുക്ക് U1 അറിഞ്ഞാൽ മാത്രമേ ടാൻ തീറ്റ ഇക്വേഷനിലേക്ക് നമുക്ക് തീറ്റ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ U1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. സോ U1 കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി ഹൈഡ്രോളിക് എഫിഷ്യൻസി തന്നിട്ടുണ്ട്. ഹൈഡ്രോളിക് എഫിഷ്യൻസിയുടെ ഫോർമുല എന്തായിരുന്നു, VW1 U1 ഡിവൈഡഡ് ബൈ G ഇൻറ്റു H. ഹൈഡ്രോളിക് എഫിഷ്യൻസി ഓൾറെഡി നമുക്കറിയാം 0.88 തന്നിട്ടുണ്ട്.
VW1 ആണ് കണ്ടുപിടിക്കേണ്ടത്. U1 നമുക്ക് അല്ല VW1 അല്ല കണ്ടുപിടിക്കേണ്ടത്. VW1 അല്ലല്ലോ കണ്ടുപിടിക്കേണ്ടത്. VW1 നമുക്ക് ഓൾറെഡി ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. VW1 ഈസ് 14.14. U1 ആണ് കണ്ടുപിടിക്കേണ്ടത്. U1 അറിയത്തില്ല. G എന്ന് പറഞ്ഞാൽ 9.81. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു? 20. So you will get the value of U1 as U1 എന്ന് പറഞ്ഞാൽ 12.21 meter per second. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? U1ൻ്റെ വാല്യൂവും കിട്ടി. U1 കിട്ടി, VF1 കിട്ടി, VW1 കിട്ടി. ഇനി വെയിൻ ആംഗിൾ അറ്റ് ഇൻലെറ്റ് എന്ന് പറയുന്നത്, വെയിൻ ആംഗിൾ അറ്റ് ഇൻലെറ്റ് ടാൻ തീറ്റ ഈക്വൽ ടു VF1 ഡിവൈഡഡ് ബൈ VW1 മൈനസ് U1 ചെയ്തുകൂടെ ഇല്ലേ? അപ്പോൾ VF1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 9.9. VW1 ഈസ് 14.14. U1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12.21. ഇത്രയും ചെയ്യുമ്പോൾ തീറ്റയുടെ വാല്യൂ തീറ്റ ഈക്വൽ ടു 78.97 ഡിഗ്രി. ഓക്കെ, അപ്പോൾ തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? തീറ്റ എന്ന് പറഞ്ഞാൽ ഇൻലെറ്റായി. ഇനി ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എന്താണ്? അത് വേറെ കളർ ഇടാം. ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്. യെസ്, ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ടാൻ ഫൈ ഈക്വൽ ടു എന്താണ്? VF2 ഡിവൈഡഡ് ബൈ U2 ആണ്. നമുക്ക് ഓൾറെഡി അറിയാം U1 ഈക്വൽ ടു U2 ആണ്. അപ്പോൾ U1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ U2 അതേ തന്നെ. VF1 ഈക്വൽ ടു VF2. അപ്പോൾ VF1ഉം VF2 സെയിം ആയതുകൊണ്ട് 9.9. U1ഉം U2ഉം സെയിം ആയതുകൊണ്ട് 12.21. അങ്ങനെ ചെയ്യുമ്പോൾ ഫൈൻ്റെ വാല്യൂ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ഫൈ ആസ് 39.035 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? നമുക്കിവിടെ കിട്ടിയത് തീറ്റയായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. തീറ്റ കിട്ടി, ആൻഡ് ദെൻ ഫൈയും കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഏതാ കണ്ടുപിടിക്കേണ്ടത്? രണ്ടാമത്തെ ഇനി കണ്ടുപിടിക്കേണ്ടത് സ്പീഡ് ഓഫ് ദ ടർബൈൻ. സ്പീഡ് ഓഫ് ദ ടർബൈൻ കണ്ടുപിടിക്കണം. അപ്പോൾ സ്പീഡ് ഓഫ് ദ ടർബൈൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം അതെന്താണ്? സ്പീഡ് ഓഫ് ദ ടർബൈൻ എന്ന് പറഞ്ഞാൽ N ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ N കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം U1 ഈക്വൽ ടു U2 ഈക്വൽ ടു പൈ ഇൻറ്റു D0 ഔട്ടർ ഡയമീറ്റർ ഓഫ് ദ റണ്ണർ N/60. U1 U2 ഈക്വൽ ടു സെയിം ആയതുകൊണ്ട് നമുക്ക് U1 U2 കണ്ടുപിടിച്ചു. 12.21 ഇൻറ്റു പൈൻ്റെ വാല്യൂ അറിയാം. D0ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 3.5. N ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡഡ് ബൈ 60. അപ്പോൾ Nൻ്റെ വാല്യൂ എത്ര കിട്ടി? 66.63 RPM. ഓക്കെ ആണോ? അപ്പോൾ സ്പീഡ് ഓഫ് ദ ടർബൈൻ കിട്ടി. ഓക്കെ.